കാശ്മീരിലെ പാംപോറിൽ ശനിയാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ മട്ടന്നൂർ സ്വദേശി സി രജീഷിന്റെ മൃതദേഹം സംസ്കരിച്ചു. മട്ടന്നൂർ കൊടോളിപ്രത്ത് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കാശ്മീർ പാംപോറിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികൻ രതീഷിന്റെ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ 9 മണിയോടെ എത്തിച്ചേർന്നു. DSC മേധാവിയും തലശ്ശേരി തഹസിൽദാരും ഏറ്റുവാങ്ങിയ മൃതദേഹം വിലാപയാത്രയായി ജന്മനാടായ കണ്ണൂർ മട്ടന്നൂർ കൊടോളിപ്രത്തേക്ക് കൊണ്ടുവന്നു. മാഹി അതിർത്തിയിൽ AN ഷംസീർ MLA മൃതദേഹം ഏറ്റുവാങ്ങി. ഉച്ചയ്ക്ക് 1:50 കൊടോളിപ്രം വീടിനടുത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, PK ശ്രീമതി MP, EP ജയരാജൻ MLA, CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, CPI ജില്ലാ സെക്രട്ടറി സന്തോഷ്, DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, KPCC ജനറൽ സെക്രട്ടറി K സുധാകരൻ, RSS ജില്ലാ കാര്യവാഹക് വത്സൻ തിലങ്കേരി തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു. കരസേനയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അന്ത്യോപചാരങ്ങൾക്ക് ശേഷം വീട്ടിൽ ഭാര്യയ്ക്കും അമ്മയ്ക്കും ബന്ധുക്കൾക്കുമായി പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. രാഷ്ട്രത്തിന്റെ പൂർണ്ണ ബഹുമതികൾ ഏറ്റുവാങ്ങി. കൊടോളിപ്പുറം ഗ്രാമത്തിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലികളും ഏറ്റുവാങ്ങി രതീഷ് ഇനി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളും. കൊടോളിപ്പുറത്ത് നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. CPIM DYFI പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 11 RSS പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം. ഒരു പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി വിഷ്ണുവിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിച്ചു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2008 നടന്ന വിഷ്ണു വധക്കേസിൽ ആകെ 13 പേരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് വിധിച്ചത്. CPIM വഞ്ചിയൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശി VV വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വിധിച്ചത്. കേസിൽ ആകെയുള്ള 16 പ്രതികളിൽ 16ാം പ്രതിയായ സന്തോഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടു. ഒരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. കേസിലെ 3ാം പ്രതിയായ രഞ്ജിത്ത് കൊല്ലപ്പെട്ടു. ബാക്കി 13 പ്രതികളിൽ 11 പേർക്കും കോടതി ഇരട്ട ജീവപര്യന്തവും 55,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിക്കുകയായിരുന്നു. 1ാം പ്രതി കൈതമുക്ക് സ്വദേശി RSS ജില്ലാ കാര്യവാഹക കൂടിയായ സന്തോഷ്, RSS ഭാരവാഹികളായ 2ാം പ്രതി കേരളാദിത്യപുരം സ്വദേശി കക്കോട്ട് മനോജ്, 4ാം പ്രതി പാലന്തറയിൽ കുട്ടൻ എന്ന ബിജുകുമാർ, 5ാം പ്രതി കുര്യാത്തി സ്വദേശി രഞ്ജിത് കുമാർ, 6ാം പ്രതി ബാലു എന്ന ബാലു മഹേന്ദ്രൻ, 7ാം പ്രതി ബബിൻ, 8ാം പ്രതി മുടവൂർ സതീഷ്, 9ാം പ്രതി ബോസ്, 10ാം പ്രതി മണികണ്ഠൻ എന്ന സതീഷ്, 12ാം പ്രതി വിനോദ് എന്ന വിനോദ് കുമാർ, 13ാം പ്രതി സുബീഷ് കുമാർ എന്നിവർക്കാണ് സെഷൻസ് കോടതി ജഡ്ജി മിനിമോൾ ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. 11ാം പ്രതിയായ ചക്കു എന്ന ഹരിലാലിന് പ്രതികളെ ഒളിപ്പിക്കാൻ സഹായിച്ചുവെന്ന കുറ്റത്തിന് 3 വർഷം തടവും 55,000 രൂപ പിഴയും ശിക്ഷ നൽകി. 15ാം പ്രതി RSS മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ ശിവലാലിനാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത്. പ്രതികളിൽ നിന്ന് പിഴയായി ലഭിക്കുന്ന തുകയിൽ 3 ലക്ഷം രൂപ വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് നൽകണമെന്ന് കോടതി പറഞ്ഞു. 2008 ഏപ്രിൽ 1-നായിരുന്നു വിഷ്ണുവിനെ കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അസാധുവായ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിനും സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നു. 5,000 രൂപയിലേറെ തുക ഒരു തവണ മാത്രമേ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകൂ. ഇനി മുതൽ അസാധു നോട്ടുകൾ നിക്ഷേപിക്കാൻ എത്തുന്നവർ പണത്തിന്റെ ഉറവിടവും വെളിപ്പെടുത്തണം. KYC മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള അക്കൗണ്ട് ഉടമയ്ക്ക് മാത്രമേ പഴയ നോട്ടുകൾ നിക്ഷേപിക്കാനാകൂ. ഡിസംബർ 30 വരെയാണ് നിയന്ത്രണങ്ങളോടുകൂടിയ പഴയ നോട്ടുകൾ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അസാധുവായ നോട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 വരെയാണ്. ഇതിനിടയിലാണ് ഈ നിക്ഷേപങ്ങൾക്കും സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നത്. ഇനി മുതൽ 5,000 രൂപയിലേറെയുള്ള അസാധു നോട്ടുകൾ ഒരു തവണ മാത്രമേ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകൂ. ഉയർന്ന തുക നിക്ഷേപിക്കാനെത്തുന്നവർ ഇത്രയും നാളും എന്തുകൊണ്ടാണ് നിക്ഷേപിക്കാതിരുന്നതെന്ന വിശദീകരണവും പണത്തിന്റെ ഉറവിടവും ബാങ്കുകളിൽ നൽകണം. ഉപഭോക്താവ് നൽകുന്ന വിശദീകരണം തൃപ്തികരമെങ്കിൽ മാത്രമേ ബാങ്കുകൾ ഇനി മുതൽ പണം സ്വീകരിക്കൂ. ഇതിനായി ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നിക്ഷേപകരെ ചോദ്യം ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും. KYC മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള അക്കൗണ്ട് ഉടമയ്ക്ക് മാത്രമേ ഇനി മുതൽ പഴയ നോട്ടുകൾ നിക്ഷേപിക്കാനാകൂ. അതേസമയം 5,000 രൂപയിൽ താഴെയുള്ള പഴയ നോട്ടുകൾ എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം. പുതിയ നോട്ടുകൾ എത്ര നിക്ഷേപിക്കുന്നതിനും തടസ്സമില്ല. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കള്ളപ്പണ നിക്ഷേപം വർദ്ധിച്ചതോടെയാണ് നിബന്ധനകൾ ശക്തിപ്പെടുത്തുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ നേരത്തെ നൽകിയ ഇളവുകളിൽ ഇപ്പോൾ നിയന്ത്രണം കടുപ്പിക്കുന്നത് പ്രതിപക്ഷ വിമർശനത്തിന് ആക്കം കൂട്ടാനേ വഴിവെക്കൂ. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഹൈദരാബാദ് ഇരട്ട സ്ഫോടന കേസിൽ ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരരായ യാസിൻ ഭട്കൽ അടക്കം 5 പേർക്ക് വധശിക്ഷ. 5 പ്രതികളും കുറ്റക്കാരാണെന്ന് ഡൽഹിയിലെ NIA കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. സ്ഫോടനം നടന്ന് 6 മാസത്തിനകം തന്നെ സൂത്രധാരന്മാരായ യാസിൻ ഭട്കൽ, അസാദുള്ള അക്തർ, സിയാവുർ റഹ്മാൻ, അജാസ് ഷെയ്ഖ് എന്നിവരെ പിടികൂടിയിരുന്നു. മുഖ്യപ്രതിയായ റിയാസ് ഭട്കൽ ഒളിവിലാണ്. 2013 ഫെബ്രുവരി 21-ന് ദിൽകുഷ് നഗറിലെ കൊണാർക്ക് വെങ്കടാദ്രി തിയേറ്ററുകളിൽ നടന്ന സ്ഫോടനത്തിൽ 19 പേരാണ് കൊല്ലപ്പെട്ടത്. 131 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ പലരും വികലാംഗരായി. ആദ്യമായാണ് ഒരു ബോംബ് സ്ഫോടന കേസിൽ ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരരെ കുറ്റക്കാരായി കോടതി കണ്ടെത്തുന്നത്. ഭാരതത്തിൽ ഭീകരത വളർത്തിയവരിൽ മുൻപിലുള്ള 2 ഭീകരരാണ് സഹോദരന്മാരായ റിയാസ് ഭട്കലും യാസിൻ ഭട്കലും. കർണാടകത്തിലെ മംഗലാപുരത്തിന് സമീപം ഉടുപ്പി ജില്ലയിലെ ഫട്കൽ സ്വദേശികളാണ് ഇവർ. നിരവധി ബോംബ് സ്ഫോടന കേസുകളിലെ പ്രതികളുമാണ്. 2013 ആഗസ്റ്റ് 28-നാണ് ബീഹാറിലെ നേപ്പാൾ അതിർത്തിക്കടുത്തുള്ള മോത്തിഹാരിയിൽ നിന്ന് യാസിൻ ഭട്കൽ NIA-യുടെ പിടിയിലായത്. 1 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ NIA പ്രത്യേക കോടതി വിധി പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട 158 സാക്ഷികളെയും 201 സ്ഫോടക വസ്തുക്കളും 500 രേഖകളും NIA കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക്.